അതിൽ തൂക്കം കൂടുന്നത് കൊണ്ട് അത് വാങ്ങാൻ വരുന്ന കസ്റ്റമർക്ക് അദ്ദേഹത്തിന്റെ അവകാശം ധ്വംസിക്കപ്പെടുക എന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആ നനഞ്ഞ അരി വിൽപ്പന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സാമൂഹികമായി ഇടപെട്ട ഒരു നേതാവാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ എല്ലാ മേഖലയിലും ഫ്രൂട്ട്സ് കച്ചവടം നടത്തുമ്പോ, അതുപോലെ ചരക്കുകൾ വിൽപ്പന നടത്തുമ്പോ ഇല്ലാത്ത വിശേഷതകളും മഹാത്മ്യങ്ങളും പറഞ്ഞ് നിങ്ങൾ കസ്റ്റമറെ വഞ്ചിക്കാൻ പാടില്ലെന്നും മറ്റൊരാളുടെ അവകാശങ്ങൾ ധ്വംസിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് എല്ലാ മേഖലയിലും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ ഇടപെട്ടിട്ടുണ്ട്. ലോകത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കാൻ ആ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞിരുന്നു. അവിടുന്ന് ഹിദമത്ത് ചെയ്തിരുന്ന ഒരു ബാലൻ ഒരു ക്രിസ്ത്യാനി ബാലനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു സന്ദർഭത്തിൽ ആ ക്രിസ്ത്യാനി ബാലൻ രോഗം പിടിച്ച് വീട്ടിൽ കിടക്കുമ്പോ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ സത്യത്തിൽ രോഗം വളരെ മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി തൊട്ട് തലോടിയപ്പോൾ ആ കുട്ടി ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന അന്തരീക്ഷത്തിലാണെന്ന് മനസ്സിലായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവചനം ആ കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കുമ്പോ ക്രിസ്ത്യാനിയായ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ കുട്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട്, നീ ഈ നേതാവിന് വേണ്ടി ഇത്രയേറെ ഖിദ്മത്ത് ചെയ്ത, സേവനം ചെയ്ത ഒരു ബാലൻ എന്ന നിലക്ക് മോനെ നിനക്ക് വേണ്ടി ഞാൻ എന്ത് തീരുമാനിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന് സേവനം ചെയ്തതിന്റെ കാരണം കൊണ്ടാകാം അവസാന നിമിഷത്തിൽ ആ പിൻസുമാരൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പ്രത്യേക ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീന, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും ലോകത്ത് നല്ല സന്ദേശങ്ങൾ നൽകി എല്ലാ മനുഷ്യർക്കും മനുഷ്യനായി ജീവിക്കാനുള്ള നിയമങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു ദിവസം അവിടുന്ന് ഒരു ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു കടയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ കയറി. എന്നിട്ട് ഒരു അരിച്ചാക്കിലേക്ക് കൈയിട്ടു. അപ്പോൾ ആ അരിച്ചാക്കിൽ നനവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അവിടുന്ന് നബിതങ്ങൾ പറഞ്ഞു, ഉണങ്ങിയ അരിയാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ അതിന് തൂക്കം കൂടാൻ കൂടുതൽ അരിമണികളുടെ ആവശ്യമുണ്ടാകും. പക്ഷേ ഒരു അരി നനച്ച വിധത്തിലാണ് നിങ്ങൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ അത് വാങ്ങാൻ വരുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇടിവ് അവിടെ സംഭവിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അവകാശപ്പെട്ട അവകാശത്തെ ധ്വംസിക്കുകയും അദ്ദേഹം ഉദ്ദേശിച്ചത്ര കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധനങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഈ ഇടപാട് പൂർണ്ണമായും വഞ്ചനാത്മകമാണ്. അതുകൊണ്ട് ഈ വിൽപ്പന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ആ ചാക്കിലെ അരി വിൽപ്പന നടത്താൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടുകെട്ടിച്ച കഥ പ്രിയപ്പെട്ടവർ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്തും പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്ക് വളരെ സ്മരണീയമാണ്. പള്ളികളിലെല്ലാം ജുമഅക്ക് വരുന്ന വിശ്വാസികൾക്കറിയാം, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഇമാമിന്റെ കയ്യിൽ ഒരു ചെറിയ വാൾ പിടിക്കാറുണ്ട്. വാള് എന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു വാളല്ല, ആ വാളിന്റെ രൂപത്താൽ മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ വടി. ആ വടി പിടിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ? വലത്തെ കയ്യിൽ ഖുതുബ ഓതാനുള്ള ഗ്രന്ഥം പിടിക്കുമ്പോൾ ഇടത്തെ കയ്യിലാണ് ആ വാള് പിടിക്കുന്നത്. ഇസ്ലാം വാളുകൊണ്ട് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്ന് ഒരു വിശ്വാസവുമില്ലാത്ത ഒരു മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുവെന്നോ പറയാൻ അവർക്ക് കഴിയില്ല. ഒരു മതത്തിലും വിശ്വസിക്കാത്ത ചില ആളുകളെങ്കിലും ഇവിടെയുണ്ട്.
അവരെ എല്ലാ മതത്തെയും ഒരുപോലെ ടാർഗറ്റ് ചെയ്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. നിരീശ്വരവാദികൾ സ്വന്തമായി അവർ ബുദ്ധിജീവികളെന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിലും അവർക്ക് ഒരു പ്രത്യേക ശാസ്ത്രത്തിലും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത് വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വാദഗതിക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ആ വാള് ജുമാക്ക് ഖുതുബ ഓതുന്ന ഇമാം ഇടത്തെ കയ്യിൽ പിടിക്കുന്നത്? ഒരു കൃത്യമായ സന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ്. എന്താണ് ആ സന്ദേശം? പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായി ജനങ്ങളോട് പറയുന്ന വാക്കാണ്: നിങ്ങൾ വലത്തെ കയ്യിൽ പരിച പിടിക്കുകയും ഇടത്തെ കയ്യിൽ വാള് പിടിക്കുകയും വേണം. കാരണം വലത്തെ കയ്യിൽ പരിച പിടിക്കണമെന്ന് പറയുന്നത്, പരിച എന്നത് പ്രിയപ്പെട്ടവരെ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വരുന്ന വെട്ടുതടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ആക്രമണങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും ഒക്കെ തടുക്കാൻ നിങ്ങൾക്ക് വലത്തെ കയ്യിൽ ഒരു പരിച വേണം. പിന്നെ യുദ്ധമല്ലേ, അതിന് പേര് ഒരു വാള് വേണം. അത് നിങ്ങൾ ഇടത്തെ കയ്യിൽ പിടിച്ചാൽ മതി. ഈ സന്ദേശം അഥവാ വാളിനല്ല, ആക്രമണത്തിനല്ല, പ്രതിരോധത്തിനാണ് വില എന്ന ആ ഒരു സന്ദേശമാണ് ഓരോ വെള്ളിയാഴ്ചയും ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഇമാം ഇടത്തെ കയ്യിൽ വാള് പിടിക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശമെന്ന് ഇസ്ലാമിക ചരിത്രത്തെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത്. ജനതക്കും കാരുണ്യമായിട്ടല്ലാതെ ദയാലുവായ പ്രവാചകനെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങളോടും കാരുണ്യം. തന്റെ ആ പ്രത്യായ ശാസ്ത്രത്തെ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് മുമ്പിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് അഴിച്ചുവിട്ട് മക്ക എന്ന് പറയുന്ന രാജ്യത്തെ 10 വർഷക്കാലം പ്രിയപ്പെട്ടവരെ തിരസ്കരിക്കേണ്ടി വന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്യുകയുണ്ടായി. അതിനിടയിലാണ്, ആ മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ബദർ, ഉഹദ്, ഹുദൈബിയ പോലെയുള്ള വലിയ വലിയ രംഗങ്ങൾ കടന്നു വന്നത്. ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലുള്ള ബദറും ഉഹദും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ കൂടുതലായി നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം നാട് തിരസ്കരിച്ചുകൊണ്ട് മക്ക എന്ന് പറയുന്ന രാജ്യം വിട്ട് മദീനയിലേക്ക് നബി തങ്ങൾ പലായനം ചെയ്ത് അവിടെ സ്വൈര്യമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മക്കയിൽ നിന്ന് ശത്രുക്കൾ വന്ന് പല വിമർശനങ്ങളും ആക്രമണങ്ങളും വലിച്ച് ഉണ്ടാക്കുകയും അത് അവസാനം ഒരു യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തപ്പോൾ യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു: നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് പ്രതിരോധിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് 70ഓളം പ്രാവശ്യം യുദ്ധത്തെ വിശദമായി വിമർശിക്കുകയും അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ പാടില്ലെന്ന് ശക്തമായി താക്കീത് നൽകുകയും ചെയ്തതിന് ശേഷം മദീനയിൽ സ്വന്തമായ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കോടുകൂടെ ജീവിക്കുന്ന സൊസൈറ്റിയിൽ വന്ന് മക്കയിലുള്ള ശത്രുക്കൾ വന്ന് പരസ്യമായി പല പ്രകോപനങ്ങളും ഉണ്ടാക്കിയ അവസാന വേളയിലാണ് യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നതും പ്രതിരോധിക്കാനുള്ള അവസരം നൽകപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം 63 വർഷക്കാലം ജീവിച്ച ആ മഹാനുഭാവന്റെ വ്യക്തിത്വത്തെ 1-2 മണിക്കൂറുകളിൽ അനലൈസ് ചെയ്താൽ ഒരിക്കലും തീരുന്ന പ്രശ്നമല്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും 23 വർഷക്കാലം ഇസ്ലാമിക പ്രബോധനം നടത്തി എങ്ങനെയാണ് ഒരു മനുഷ്യനായി ജീവിക്കേണ്ടത് എന്നതിന് കൃത്യമായ
വിവരണങ്ങൾ നൽകിയ ഒരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ലോകത്ത് എല്ലാ വിഭാഗം ആളുകൾക്കും അതിൽ സന്തോഷിക്കാൻ അവസരമുണ്ട്. ആ നബിതിരുമേനി കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങളുടെ മാത്രം നിയമങ്ങളല്ല. ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റിയ പ്രത്യേക ശാസ്ത്രങ്ങളാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അജ്ഞതയുടെ അന്തപുരത്തിൽ കരിമ്പുടം പുതച്ച് ഗാഠനിദ്രയിലായിരുന്ന മനുഷ്യ സഞ്ചയത്തെ വൈജ്ഞാനിക വിപ്ലവ വിസ്ഫോടനത്തിന്റെ ഉന്നത സോപാനത്തിലേക്ക് ആനയിച്ച ആ പ്രവാചകന്റെ സംസ്കാരവും സ്വഭാവവും വാരിക്കൊള്ളുന്നുകൊണ്ടാണ് ലോകത്തുള്ള മനുഷ്യരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതു മതക്കാരനായാലും പച്ചക്കരളുള്ള ഒരു ജീവിയാണെങ്കിൽ പോലും, അത് പക്ഷിയാകട്ടെ മറ്റ് ജീവജാലങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ, ആത്മാവുള്ള എല്ലാ വസ്തുക്കളോടും കാരുണ്യം മാത്രം പറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തെ സമാഹരിച്ച ഒരു നേതാവാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനം 1500ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത്? ഒരുപാട് ഉത്തരങ്ങൾ അർഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയുണ്ടായി, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ സർവേശ്വരനും സർവാധിപതിയുമായ ദൈവം തമ്പുരാൻ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും എന്റെ പ്രേമവും എന്റെ ഇഷ്ടവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്റെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്, ഞാൻ നൽകിയ വായുവാണ് ശ്വസിക്കുന്നത്, അല്ലാഹു തആല ഏർപ്പെടുത്തിയ സ്ഥലകാല സൗകര്യങ്ങളാണ് ലോകത്തുള്ള എല്ലാ ആളുകളും ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമെങ്കിൽ, ഈ ലോകം പഠിച്ച് പരിപാലിക്കുന്ന സർവേശ്വരനായ ജഗന്നിയന്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, എന്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തിരുസുന്നത്തുകളെ നിങ്ങൾ അനുധാവനം ചെയ്യണമെന്നാണ്. അപ്പോൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്യുന്നതിലൂടെ, ആ പ്രവാചകന്റെ തിരു സാന്നിധ്യത്തെ നാം അംഗീകരിക്കുന്നതിലൂടെയും ജന്മദിനം ആഘോഷിക്കുന്നതിലൂടെയും ഒക്കെ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പ്രവാചകനെ കുറിച്ച്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, മക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിസ്കാരത്തിന് അവർ മുന്നിട്ടിരുന്നത് കഅബയിലേക്കായിരുന്നു. എന്നാൽ നബി തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ ജൂതന്മാർ നിസ്കരിക്കാൻ വേണ്ടി മുന്നിട്ടിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ മുന്നിട്ട് നിസ്കരിക്കുന്ന കഅബാലയത്തെ മറന്നേക്കുക. ഇവിടെയുള്ള ജൂതന്മാർ നിങ്ങൾ കഅബാലയത്തിലേക്ക് തിരിയുമ്പോൾ 4 നാൾ ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാത്തതെന്ത് എന്ന് ചോദിച്ചു അവർക്ക് മാനസികമായ വിഷമമുണ്ടാകാൻ അത് കാരണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇബാദത്തിന്റെ മേഖലയിൽ പോലും
ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രിയപ്പെട്ടവരെ 17 മാസക്കാലം അവരെ വ്രണപ്പെടുത്തരുത്, വേദനിപ്പിക്കരുതെന്ന് ചിന്തിച്ചുകൊണ്ട് കഅബാലയത്തിലേക്ക് തിരിയേണ്ട ആ നിസ്കാരത്തിന്റെ മേഖലയിൽ പോലും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുടെ സംസ്കാരവും ആരാധനയും ഉൾക്കൊള്ളാവുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയും പ്രിയപ്പെട്ടവരെ ഇത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രത്യേക ശാസ്ത്രമാണെന്ന് മദീനക്കാരായ ആളുകൾ ഉൾക്കൊണ്ട് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് രൂപപ്പെട്ടതിന് ശേഷം മാത്രമാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അതാ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ഓർഡർ അള്ളാഹുവിന്റെ കൽപ്പനയായി വിശുദ്ധമായ ഖുർആനിലെ വചനങ്ങളെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ലോകത്ത് ഒരു മനുഷ്യനാകാൻ വേണ്ട ധർമ്മ മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആദ്യമായി നിങ്ങളോട് പറഞ്ഞത്, നബിതങ്ങൾ കൊണ്ടുവന്ന മൂല്യങ്ങൾ അത് മുസ്ലിങ്ങളുടേത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടേതും. കാരണം അവിടുന്ന് പഠിപ്പിച്ചത് വഞ്ചിക്കരുത് എന്നാണ്. മദീനയിലേക്ക് പോയപ്പോൾ ആദ്യമായി നടത്തിയ പ്രഭാഷണത്തിലെ മുഖ്യമായ വിഷയങ്ങൾ 4 കാര്യങ്ങളായിരുന്നു. അഫ്ശുസ്സലാം, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അഫ്ശുസ്സലാം, എല്ലാവർക്കും ശാന്തിയും സമാധാനവും വരട്ടെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വാക്കുകളാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നബിതങ്ങൾ പറഞ്ഞ 2ാമത്തെ കാര്യം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു മുസൽമാന്റെ ജീവിതത്തിലെ സന്തോഷവും സഹതാപവുമായ എല്ലാ മേഖലയിലും പ്രിയപ്പെട്ടവരെ ഭക്ഷണം നൽകുക എന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ അതിനേക്കാൾ വലിയ സന്തോഷദായകമായ നിമിഷങ്ങളുണ്ടോ? ഇല്ല. സത്യത്തിൽ കല്യാണത്തിന് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെന്ന വല്ല കാര്യവുമുണ്ടോ? അതിന്റെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2 സാക്ഷിയും അതുപോലെ കാർമ്മികത്വം വഹിക്കുന്ന ഒരു ഉസ്താദും ഒരു മാരനും വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയുമുണ്ടായാൽ, പെൺകുട്ടിയുടെ പിതാവുമുണ്ടായാൽ, വളരെ നിസ്സാരമായി 5 ആളുകളെ കൊണ്ട് നടത്തപ്പെടേണ്ട ഈ കർമ്മത്തിന് പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി ഭക്ഷണം വിതരണം ചെയ്ത് ഇങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷദായകമായ മുഹൂർത്തമാണ് പ്രിയപ്പെട്ടവരെ വിവാഹം, സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് 1,24,000 വരുന്ന ഈ സ്വഹാബത്ത് നിങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞ ഈ സനാതന മൂല്യങ്ങള് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രസംഗത്തിന് ശേഷം 17 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മാസമോ ആണ് നബിതങ്ങൾ ജീവിച്ചത്. ആ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാര് നമ്മുടെ കേരളക്കരയിൽ വന്ന് 10ഓളം വരുന്ന 11ഓളം വരുന്ന സ്വഹാബത്ത് കേരളക്കരയിൽ വന്നിട്ട് 10 പള്ളികൾ നിർമ്മിച്ചതിൽ ഒരു പള്ളി ചിന്നക്കടയുടെ തെക്കു ഭാഗത്താകുന്ന നമ്മുടെ ജോനകപ്പുറം മഹല്ലത്തിൽ നിർമ്മിച്ച പള്ളികളാണ്. അവർ നിർമ്മിച്ച പള്ളികൾ കടലെടുത്തു പോയി അതിന്റെ ചില അവശിഷ്ടങ്ങൾ ചില്ലികൂടാരത്തിലാക്കി ആ പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മുടെ ഈ കേരളക്കരയിലും മഹാന്മാരായ സ്വഹാബത്ത് വന്ന് എല്ലാ വിഭാഗം ജനങ്ങളും തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്തിന്റെ പല മേഖലകളിലേക്കും സ്വഹാബത്ത് കടന്നു തന്നിട്ടുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാർ കൂട്ടത്തിൽ നമ്മുടെ കേരളക്കരയിലും വന്നു. അങ്ങനെ അവർ വന്ന് വളരെ സൗമ്യതയോടുകൂടെ എല്ലാ വിഭാഗം മതങ്ങൾക്കിടയിലും ഇസ്ലാമിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഈ സന്ദേശം പ്രിയപ്പെട്ടവരെ കൈമാറി. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം എല്ലാവർക്കും ഇടയിൽ ഇത്രയേറെ പരിലസിച്ചു നിൽക്കുകയാണ്. ആർക്കും ആരോടും വിദ്വേഷമില്ല. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്റെ മതക്കാരനല്ല. ജാതീയതയ്ക്ക് വേണ്ടി സമരം നടത്തുന്നവരുടെ മതക്കാരനല്ല. ജാതീയതയ്ക്ക് വേണ്ടിയും വർഗീയതയ്ക്ക് വേണ്ടിയും വംശീയതയ്ക്ക് വേണ്ടിയും സമരം നടത്തിയിട്ട് മൃതിയടഞ്ഞു പോയവൻ എന്റെ മതക്കാരനല്ല എന്ന് ലോകത്തോട് ചൈതന്യം പ്രഖ്യാപിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഉദ്ധരിച്ച മനസ്സോടുകൂടെ അല്ലാതെ സംസാരിക്കാനോ ഇടപെടാനോ കാപട്യത്തോടുകൂടെ സഹകരിക്കാനോ കഴിയില്ല.
എന്നാൽ മതം പഠിക്കാത്ത ആളുകൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ മുസ്ലിം നാമധാരികളായിരിക്കാം. നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത സാർ പറഞ്ഞതുപോലെ മതം പഠിക്കാത്ത പല ആളുകളും, അത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ വിഭാഗം ആളുകളും. മതം പഠിക്കാത്തവരാണ് ലോകത്ത് പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥത്തിൽ ശരി. കന്യാകാരുടെ കാരണം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുമ്പോൾ അതിന് നൽകുന്ന മറുപടി ആ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും സ്വത്തുകൾ സംരക്ഷിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലായിരുന്നു. ഈ അമാനത്ത് സ്വത്തുകൾ കൊടുത്തു വീട്ടാനുള്ള കൃത്യമായ കണക്കുകൾ തന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് ഉണ്ടായിരുന്നത്. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ വീടില്ലാതെ, വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത ആ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാമല്ലോ. എന്നാൽ മക്കയിലുള്ള ഖുറൈശികൾ ധനാഢ്യരായ ഭൂർസകളായ മുതലാളിമാരുടെ വീടുകളിൽ സംരക്ഷിക്കേണ്ട സ്വത്തുകൾ പ്രിയപ്പെട്ടവരെ അമാനത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിക്കാൻ അവർ ഏൽപ്പിച്ചു. അഥവാ നബി തങ്ങളുടെ വീട് ആ മക്കയിലെ ജനങ്ങളുടെ ഒരു ബാങ്കായിരുന്നു. നബി തങ്ങളുടെ കയ്യിൽ ഒരു ക്യാഷ് കൊടുത്തേൽപ്പിച്ചാൽ കൃത്യമായ സമയത്ത് അത് ലഭിക്കുമെന്നും നമ്മുടെ സമ്മതമില്ലാതെ ആ സ്വത്ത് ഒരിക്കലും ക്രയവിക്രയം ചെയ്യുകയില്ലെന്നും അറിയുന്ന ശത്രുക്കൾ പോലും നബി തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച ആ അമാനത്ത് സ്വത്ത് കൃത്യമായി അതിന്റെ അവകാശികൾക്ക് വിതരണം ചെയ്യപ്പെടാതെ കണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി. എന്നാൽ അണികൾക്ക് ആവേശം പകരാൻ പ്രവാചകനായ മുഹമ്മദ് നബി നേരത്തെ പോയി ഈ പറയുന്ന അമാനത്ത് സ്വത്തുകളൊക്കെ അവകാശികൾക്ക് തിരിച്ചു നൽകാൻ വേണ്ടി തന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായി ഏൽപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ മക്ക എന്ന് പറയുന്ന രാജ്യം വിട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞ് മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും പ്രിയപ്പെട്ടവരെ ബദർ, ഉഹദ് എന്നും ഇതുപോലെയുള്ള യുദ്ധങ്ങളിലൂടെ തന്റെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയി. അവരെ കൊല ചെയ്യപ്പെട്ട ആളുകൾ പോലും പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് 10 വർഷം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു തന്റെ പച്ചാപ്പയാണ്. നബി തങ്ങളുടെ പച്ചാപ്പയായ ഹംസത്തുൽ കർറാറിനെ ഉഹദിലിട്ടിട്ട് പ്രിയപ്പെട്ടവരെ ശരീരം വെട്ടി നുറുക്കി ഹൃദയത്തിന്റെ അകത്തു നിന്ന് കരൾ പിടിച്ചെടുത്ത് നാവുകൊണ്ട് കടിച്ചെടുത്ത് തുപ്പി ആ വഹ്ശി എന്ന് പറയുന്ന ആ മനുഷ്യൻ നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴും എനിക്ക് ഒരു പ്രതികാരവും ചെയ്യാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ച വഹ്ശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചാപ്പയായ ഹംസത്തുൽ കർറാറിനെ പ്രിയപ്പെട്ടവരെ ഉഹദിൽ രണാങ്കണത്തിൽ ഷഹീദാക്കിയിട്ട് നെഞ്ചിടം പിളർന്നുകൊണ്ട് കരൾ പുറത്തേക്ക് എടുത്ത് നാവുകൊണ്ട് കടിച്ചുറുപ്പി നബി തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ആ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ വിശ്വാസികൾ റളിയല്ലാഹു അൻഹു എന്ന് പ്രിയപ്പെട്ടവരെ ചിന്താപാട് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ ജനതയെയും ഉത്തുംഗതയിലേക്ക് വിരാജിപ്പിച്ച പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ എത്രയാണ് ഈ ലോകത്തിൽ സംഭാവന ചെയ്തത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളക്കരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ 1,24,000 സ്വഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അത് വലിയ മൂല്യങ്ങളുള്ള അർത്ഥവത്തായ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തിന്റെ അന്ത്യാവസാനം വരെ ഈ ജനത ഏറ്റുവാങ്ങേണ്ട 1000 ധർമ്മബോധങ്ങളെയും സനാതന മൂല്യങ്ങളെയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്.